ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സയൻസ് സിറ്റിയിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. അപ്പൊ ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ബൈക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ട് 499 രൂപയും അതുപോലെ തന്നെ 349 രൂപയാണ് ടിക്കറ്റ് കോംബോ വരുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ്, കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂഡ് ആണ്. അപ്പോൾ വീക്കെൻഡിൽ നമുക്ക് 499 രൂപയുടെ ടിക്കറ്റ് കിട്ടില്ല. അത് വീക്ക് ഡേയ്സിൽ മാത്രം അലൗഡ് ആണ്. അതുപോലെ തന്നെ 349 രൂപയുടെ ടിക്കറ്റാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കുള്ള ടിക്കറ്റ് എടുത്തു. അങ്ങനെ നേരെ കയറി ചെല്ലുന്നത് പ്ലാനറ്റ് എർത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസുകൾ നമുക്ക് കാണാനുണ്ട്. സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഒരു നാച്ചുറൽ പാർക്കും കൂടി ഇവിടെ അവൈലബിൾ ആണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് പ്ലാനറ്റ് എർത്തിലേക്കാണ്. ഇവിടെ ഐമാക്സ് തിയേറ്റർ ഒക്കെ ഇതിനകത്തുണ്ട്. അത്ര വലിയ തിയേറ്റർ ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള തിയേറ്റർ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. എർത്ത് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്ലോബ്, ഇങ്ങനെ ഒരു ഗ്രാനൈറ്റിന്റെ സ്റ്റോൺ ആണ് ചെയ്തേക്കുന്നത്, റൗണ്ട് ചെയ്തിട്ട്. അത് വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് തിരിയുന്നുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ സ്ലോ ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഇവിടെ നേരെ ഇതാണ് എൻട്രി. അപ്പൊ ഇവിടെ നേരെ കയറി ചെല്ലുമ്പോൾ കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമ്മുടെ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ഐറ്റംസുകൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതൊക്കെ കുട്ടികൾക്കാണ് മെയിനായിട്ട്. 10-15 വയസ്സിന് ആ ഒരു റേഞ്ചുള്ള കുട്ടികൾക്കാണ് അവിടെ മെയിനായിട്ട് ഈ ഒരു സയൻസ് സിറ്റി എന്ന് പറഞ്ഞ സംഭവം ഫോക്കസ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമുക്കായാലും അതിലൊക്കെ കയറി നോക്കാനൊക്കെ പറ്റും. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ ഏജ് ലിമിറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഈ ഫ്രണ്ടിൽ തന്നെ വരുമ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ഇവിടെ ഒരു റിസപ്ഷൻ കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് നമുക്ക് വേറെ എക്സ്ട്രാ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ അതില്ലാതെയും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈ എൻട്രി ഒക്കെ, ഈ ഒരു പ്ലാനറ്റ് എർത്തിലേക്കുള്ള എൻട്രി ഒക്കെ നമ്മുടെ മെയിൻ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡ് ആണ്. പിന്നെ ഇതിനകത്ത് വേറെ എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട്. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ അത് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു റൈഡ് പോലെ അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഹൈഡ്രോളിക് കൺട്രോളും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതിനകത്തുള്ള കുറേ കാര്യങ്ങളിൽ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്ന ടൈം വളരെ മോശമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ്റനൻസിൻ്റെ വർക്ക് നടക്കുകയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് നോക്കാനായിട്ട് പറ്റിയില്ല. അപ്പം മെയിൻ്റനൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ മെയിൻ്റനൻസ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ വന്നത്. ഇവിടുത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഈ ഒരു ഹൈഡ്രോളിക് സ്വിച്ചിനകത്ത് ഇവിടെ ഒരു ബോട്ടിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ മാർക്ക് ചെയ്ത് തരാം. നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, എത്രത്തോളം നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുകയോ അത്രയും പ്രഷറിൽ ആ കുപ്പി, ആ ഒരു ബോട്ടിലല്ലേ, അത് അവിടെ നിന്ന് തെറിച്ച് മുകളിലേക്ക് ഒരു സ്ട്രിങ് ഉണ്ട്, അതിൽ കൂടെ മുകളിലേക്ക് സാധനം പോയി തിരിച്ചിങ്ങോട്ടാണ്. അതെങ്ങനെയാണ് പ്രഷർ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയുന്നവർക്ക് അത് പെട്ടെന്ന് അത് ഇണങ്ങുന്നുണ്ടോ. അത് നമ്മൾ എത്ര നേരം അത് പ്രസ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നോ അത്രയും പവറിൽ ആ കുപ്പി അവിടെ നിന്ന് തിരിച്ച് അവിടേക്ക് തന്നെ വരും. അത് ആ റോപ്പിനകത്ത് തന്നെയാണ് പോവാട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. പക്ഷെ അത് നമുക്കറിയില്ല എത്ര അധികം പ്രസ് ചെയ്ത് പിടിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നിന്നു, ആരെങ്കിലുമൊക്കെ പ്രസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ 2-3 പിള്ളേർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വന്നതെങ്ങനെ പ്രസ് ചെയ്ത് അവർ പിടിച്ചത് ഞാൻ കാണിച്ചു തരാം. ഈ 2 പിള്ളേർ പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ അവസാനം ഒക്കെ എന്നും പറഞ്ഞ് മുകളിലോട്ട് പോയി. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുപ്പി ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. അപ്പോൾ ആ കുപ്പി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പോകുന്നത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ടെസ്റ്റ് ട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിലത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ഊരി വെച്ചേക്കാണ്. അപ്പോൾ ഞങ്ങൾക്കത് നഷ്ടമായി തന്നെ പറയാം. അത് ഫസ്റ്റ് ഈ ഒരു കുപ്പി തെറിച്ചു പോകുന്നത് കണ്ടാവുക. ഇതാണ് സംഭവം, ഞാൻ പറഞ്ഞില്ലേ, അതാണ് സംഭവം. അപ്പം ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ളതെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ അതിൻ്റെ പിന്നിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ മനുഷ്യരിലുണ്ടായിരുന്ന ആ ഒരു പരിണാമങ്ങളാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു പരിണാമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മുകളിലത്തെ ഫ്ലോറിൽ വെച്ചത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു റൂം എന്ന് പറയുന്നത് ഇവിടെ എർത്ത് ക്വേക്കിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. മൊത്തം ബിൽഡിങ് ഒരു റൂമാണ്, ഇത് മൊത്തം ഷെയ്ക്ക് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു എർത്ത് ക്വേക്കിൻ്റെ ഒരു ആംബിയൻസ് കൊടുത്ത് ബൾബുകളൊക്കെ ബ്ലിങ്ക് ചെയ്യും, TV കട്ടാവല്. പിന്നെ വിൻഡോ ഉണ്ട്, വിൻഡോയിൽ കൂടെ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണുന്ന പോലെ സ്ക്രീനാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു ഫീല് കിട്ടും. എർത്ത് ക്വേക്ക് പുറത്തുള്ള ബിൽഡിങ്ങുകൾ തകർന്ന് വീഴുന്നൊക്കെ നമുക്ക്
കാണാനായിട്ട് പറ്റും. പിന്നെ ടി വിയിൽ ലൈവ് ന്യൂസും അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ടി വിക്കകത്ത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ ഒരു ഭൂമി കുലുക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഞങ്ങൾ നേരെ പോയത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക്സ് ഗാലറിയാണ്. ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റോബോട്ട് കഫേ എന്ന് പറഞ്ഞിട്ട്. അതായത് റോബോട്ട്സ് ആണ് അവിടെ നമുക്ക് കോഫിയും അതുപോലെ സാൻഡ്വിച്ചൊക്കെ നമുക്ക് കൊണ്ടുതരാം. അപ്പോൾ അത് നമ്മുടെ ഷോർട്ട് വീഡിയോയിലുണ്ട്, അപ്പോൾ അതൊന്ന് എല്ലാവരും കാണാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. റോബോട്ട്സിൻ്റെ പല പല രൂപങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 റോബോട്ടിനെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് റോബോട്ട്സ് ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്ന ഗുണങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഇപ്പോൾ ജസ്റ്റ് ഒരു എർത്ത് പോയിക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബോട്ട്സിനെ വിട്ട് അവിടെ നിന്ന് ആളുകളെ സേവ് ചെയ്യുന്ന റെസ്ക്യൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഒരു ഡെമോ പോലൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട്. റോബോട്ടിനെ വെച്ച് തന്നെ കാണിക്കുന്നുണ്ട്. റോബോട്ടിക് ഗാലറിയിൽ അവസാനത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ട്. ഇവിടെയും VR ഒരു സംഭവം ഉണ്ട്, അത് നമ്മൾ കയറിയില്ല, ലാസ്റ്റ് കയറാന്ന് വെച്ചായിരുന്നു. ഇതൊന്നുമില്ല, ജസ്റ്റ് റോബോട്ടിനെ കൊണ്ടൊരു ഡാൻസ് കളിപ്പിക്കുന്നു. 3 റോബോട്ട് ഉണ്ട്, അപ്പോൾ അതിനെ പറ്റിയൊരു സോങ് ഉണ്ട്. ഒരു പാവയ്ക്ക് കീ കൊടുത്ത് കളിക്കുന്ന പോലത്തെ ഒരു ഫീൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ ഗുമൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് അക്വാട്ടിക് ഗാലറിയാണ്. ഇതാണ് എനിക്ക് കൊടുത്ത പൈസ മുതലായെന്ന് തോന്നിയ ഒരു സംഭവം. ഇവിടെ നല്ല രീതിയിൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്കും അടിപൊളിയായിരുന്നു, കാണാൻ നല്ല രീതിയിലുണ്ടായിരുന്നു. ചുറ്റിലും നല്ല രീതിയിലുള്ള വലിപ്പമുള്ള സൂപ്പർ വെറൈറ്റി മീനുകൾ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സംഭവം ഇതുപോലെ അക്വാട്ടിക് ഗാലറി പല സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷെ ഇതൊരു ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായി പറയാനായിട്ട്. അക്വാറിയത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, കൊത്തുപണികളും കാര്യങ്ങളും, കുറേ സ്റ്റോണുകളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേഷനും, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലുമുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ എടുത്ത കുറച്ച് മീനുകളെ ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ കണ്ടു നോക്ക്, വല്ലാതെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ട് ഒരു പറ്റം മത്സ്യങ്ങൾ പലതരത്തിലുള്ളത് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു ഗംഭീര ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ ചെറിയൊരു അക്വാറിയത്തിൻ്റെ അടിഭാഗത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്ലോബ് പോലത്തെ സംഭവം ഉണ്ട്. അപ്പം മുട്ടിലെറിഞ്ഞ് വേണം അതിനകത്തേക്കൊക്കെ പോകാനായിട്ട്. അങ്ങനെ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അർച്ചനെ വിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ അവൾ അവിടെ വന്ന് ഇത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഗ്ലോബ് ഉണ്ട്, ഇതിനകത്ത് നമുക്ക് തലയിട്ടൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു അക്വാറിയത്തിൻ്റെ ഉള്ളിൽ തലയിട്ടൊരു ഫീൽ അത്രേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. അതിനകത്ത് ഞാനും കയറി നോക്കിയിരുന്നു. അത്യാവശ്യം മീനുകൾ നമ്മുടെ തലേൻ്റെ ചുറ്റും നടന്നു പോകും. പക്ഷെ അതിനകത്ത് നിൽക്കാനുള്ള സൗകര്യമൊന്നുമില്ല, വളരെ ഹൈറ്റ് കുറവാണ്. നമ്മൾ നല്ല വെയിറ്റ് ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ ആ ഒരു ഭാരം താങ്ങി നിർത്തണം, അതുകൊണ്ട് വലിയ ഹൈറ്റിലേക്ക് നോക്കി. പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു അക്വാട്ടിക് ഗാലറിയുടെ ഈ ഒരു ഭാഗം അത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ സീലിങ്ങിൽ ഒരു മീനുകൾ പോകുന്ന അത് കാണാനായിട്ട് പറ്റും. അതൊരു ശരിക്കൊരു മറ്റേ ടണൽ പോലെ സംഭവമല്ല, ശരിക്കൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ സാധാരണ സീലിംഗ്, അപ്പോൾ ആ സീലിംഗ് ഗ്ലാസ്, അതിൽ മീനുകൾ പോകുന്ന ആ ഒരു സംഭവം അത് ഗംഭീരമായിരുന്നു. അതും ചെറിയ മീനുകളൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനുകൾ. ഈ അക്വാറിയം നമ്മൾ മെർജാണ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വലിയ മീനുകൾ പാസ് ചെയ്യുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു. ഇത് ആണ് നമ്മളിങ്ങോട്ട് കയറുമ്പോഴുള്ള ആ ഒരു എൻട്രിയിലത്തെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ വെറൈറ്റി മീനുകളാണ്, അത് പറയാൻ തന്നെ വേണം. ഞാൻ കാണാത്ത രീതിയിലുള്ള ആ ഒരു മീനുകൾ ഒരു കൂട്ടം തന്നെ നമുക്കിവിടെ കാണാം. എല്ലാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും മുകളിലൂടെ മീനുകൾ പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മുകളിലൂടെ പോയി ഇപ്പുറത്ത് കൂടെ വരും ആ ഒരു അക്വാറിയത്തിലേക്ക് മെർജാവൂര്. പിന്നീടുള്ളത് ഈ ഒരു അക്വാട്ടിക് ഗാലറിയിലുള്ള 5D തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 150 രൂപയാണ് ചാർജ്. പൈസ കൊടുത്തത് മുതലായി ഉണ്ടായിരുന്നു, അതേപോലത്തെ ഒരു ഫീല് തന്നെ ഇവിടെ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് സ്ക്രാച്ച് ഉണ്ടായത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി, പക്ഷെ സംഭവം ജാതി ഫീലായിരുന്നു, അത് ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സയൻസ് സിറ്റിയിലത്തെ ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.